ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിദ്യാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം അതുപോലെ ഞാൻ രാത്രി തന്നെ ഈ ചോറിനുള്ള അരി തിളപ്പിച്ച് വെക്കുകയാണ്. അപ്പം അതിലേക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇളക്കി ഒന്ന് അടച്ചു കൊടുക്കാം. നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇറക്കി വെക്കാം. ഒറ്റ തിളപ്പ് തിളച്ചാൽ മതി. അടച്ചെടുത്ത് നമുക്ക് റൈസ് കുക്കറിനകത്ത് ഗുഡ് മോർണിംഗ്. അപ്പം അതുപോലെ ചോറ് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം. ഞാൻ റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചിരുന്നു. എടുത്ത് ഇപ്പം ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ചു. അപ്പോൾ ഇന്ന് മുട്ടക്കറിയും ദോശയാണ്. അതിൽ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പാത്രം വെച്ചു കൊടുക്കാം. ഒരു ചീനിച്ചട്ടി ഞാൻ വെച്ചു കൊടുത്ത് മുട്ടക്കറി റെഡിയാക്കാം. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയും മുട്ടക്കറിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ മുട്ടക്കറിയാണ് ആദ്യം തയ്യാറാക്കി. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ അല്പം ഇഞ്ചി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ മൂത്തോട്ടെ. നമ്മുടെ ചോറ് ഇവിടെ ഏകദേശം വേകാനായിട്ടുണ്ട്. വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത്. 2 മുട്ടയല്ലേ ഉള്ളൂ. അപ്പോൾ 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഊറ്റിയെടുക്കാം. അപ്പോൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ടക്കറി നമുക്ക് ഇറക്കി വയ്ക്കാം. സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കാപ്പിക്ക് ദോശയും മുട്ടക്കറിയാണല്ലോ. അത് ഗോതമ്പ് ദോശയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ദോശ തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് ആ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട ഞാൻ പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വെള്ളത്തിൽ മുട്ടയും വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് വെച്ചേക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തേക്കാം. അപ്പം ദോശയ്ക്ക് ഞാൻ ഗോതമ്പ് പൊടി നിന്ന് കലക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഒരുപാട് കട്ടി ആയിട്ട് എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ ദോശ ഒരുമാതിരി മടല് പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് നൈസായിട്ടുള്ള ദോശ കിട്ടണമെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കണം. അപ്പോൾ ദോശക്കല്ല് ഞാൻ അടുപ്പ് വെച്ച് കൊടുക്കുകയാണ്. അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കല്ല് ചൂടായിട്ടുണ്ട്. അപ്പോൾ ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാം ചുട്ടെടുക്കാം. ദോശ ഇതേപോലെ നല്ല ചുവന്ന് പൊള്ളി വരും. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഇതേപോലെ ചുട്ടും. അപ്പം നമ്മുടെ ഇന്നത്തെ കാപ്പി ഗോതമ്പ് ദോശയും മുട്ടക്കറിയും കട്ടനുമാണ്. അപ്പോൾ നമുക്ക് ഇനി ഉച്ച ഭക്ഷണം തയ്യാറാക്കാം. നമ്മുടെ ചോറ് അടുപ്പത്ത് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തോർത്തിയെടുക്കാം. അതിലേക്ക് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ചോറൊന്ന് വെള്ളം തോർത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഇന്ന് വള്ളിക്കൊഴിയാളയാണ്. നല്ല പച്ച കൊഴിയാളയാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ കറികൾ വഴുതളം മെഴുക്ക് വരട്ടി. അപ്പോൾ മെഴുക്ക് വരട്ടിക്ക് 4 വഴുതളവും 1 സവാളയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ രസം, അതുപോലെ തന്നെ മീൻ കറി, മീൻ വറുത്തത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി. അപ്പോൾ ഇതെല്ലാം ഒന്ന് തയ്യാറാക്കാം. ഞാനിവിടെ ടൊമാറ്റോ രസമാണ് തയ്യാറാക്കണത്. അതിൽ ഒരു 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം പുളി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയാണ് അതിൻ്റെ പുളി അളവ്. അപ്പോൾ നമ്മൾ ഈ പുളിയും കൂടെ ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അരിച്ചെടുക്കാം. ടൊമാറ്റോയും പുളിയും ഞാനിവിടെ അരിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി രസം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം.
അപ്പം ഞാൻ മീനിന് ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒന്ന് അരപ്പൊഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാൻ അടുപ്പ് എത്തിച്ചിട്ടുണ്ട്. നമ്മളെ മീൻ ഒന്ന് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് തിളക്കട്ടെ, അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം ഞാനൊരു അടുപ്പ് എത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. നമ്മളെ വഴുതളം ഒന്ന് മെഴുക്ക് വരട്ടിയെടുക്കാം. നമ്മൾ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ കടുക് ഇടില്ല, മെഴുക്ക് വരട്ടിക്ക് കടുക് ഇടാറില്ല. അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത്. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതളം ഇട്ട് കൊടുക്കും. അത് നമ്മളൊരു ചെറിയ തീ വെച്ച് കൊടുക്കണം. ഒരുപാട് വലിയ തീ വേണ്ട, നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കും. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. പച്ചമുളക് വഴുതളത്തിന് ഞാൻ ഇടാറില്ല. അതിന് മുളക് പൊടി തന്നെ ഇടും. അപ്പൊ നമുക്ക് പതുക്കൊന്ന് വെന്തോട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. മീനിൻ്റെ അരപ്പ് ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പം മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് മീനിട്ട് കൊടുക്കാം. ചെറുകെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ മെഴുക്ക് വരട്ടി നോക്കാം. മെഴുക്ക് വരട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത്ര ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഇറക്കാം. അടുപ്പിലേക്ക് ഒരു ചീനിച്ചട്ടി ഇട്ടിട്ടുണ്ട്. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. രസം തയ്യാറാക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതൊരു 8 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി എത്ര ഇട്ടാലും രസത്തിന് നല്ലതാണ്. ഞാനിപ്പോൾ 8 അല്ലി എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തു. ടൊമാറ്റോയും പുളിയും കൂടെ മിക്സിയിൽ അരിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് 1 ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ടൊമാറ്റോ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളയ്ക്കണം. ഒരുപാട് തിളച്ച് പോകരുത്. തിളച്ച് വരുമ്പോൾ തന്നെ രസം എപ്പോഴും തിളച്ച് പോകരുത്. തിളച്ച് പോയാൽ രസത്തിൻ്റെ ടേസ്റ്റ് പോകും. അപ്പം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കണം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പം നമ്മളെ രസം ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയാണ്. നമ്മൾ ഇറക്കി. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മീൻ വറുക്കാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തു. അപ്പം നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉച്ച ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തതുണ്ട്, മെഴുക്ക് വരട്ടി, വഴുതളം മെഴുക്ക് വരട്ടിയതുണ്ട്, ടൊമാറ്റോ രസമുണ്ട്, മീൻ കറിയുണ്ട്. ഇതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.